ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ബി.ജെ.പിക്ക് അല്ലെങ്കിൽ എൻ.ഡി.എക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. 370 സീറ്റുകൾ ബി.ജെ.പി പിടിക്കുമെന്നും എൻ.ഡി.എ മൊത്തം 400 സീറ്റുകൾ പിടിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി കൂടുതൽ സ്ട്രോങ് ആയപ്പോൾ ബി.ജെ.പിയുടെ ആത്മവിശ്വാസത്തിന് ചെറിയൊരു മങ്ങലേറ്റിട്ടുണ്ടോ? 400 സീറ്റ് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. 370 സീറ്റും കിട്ടാൻ വഴിയില്ല. 325-നടുത്തൊക്കെ വരും. 325, 330-നകത്താണ് എൻ.ഡി.എക്ക് വിജയസാധ്യതയുള്ളത്. കഴിഞ്ഞ ഈ ചോദ്യത്തിലേക്ക് വ്യക്തമായിട്ട് വന്നാൽ, ഇലക്ട്രൽ ബോണ്ട് വിവാദം വാസ്തവത്തിൽ എല്ലാ പാർട്ടികൾക്കും അതിൻ്റെ ഗുണം കിട്ടി എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ബി.ജെ.പിയാണ്. അപ്പോൾ അഴിമതി മറ്റൊരർത്ഥത്തിൽ നടക്കാൻ കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി പാർട്ടികൾക്ക് സംഭാവന കിട്ടുകയും അതിൽ വലിയൊരു ഷെയർ ബി.ജെ.പിക്ക് തന്നെ കിട്ടുകയും ചെയ്തു. പ്രാദേശിക പാർട്ടികളെ DMKയ്ക്കും TMCക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. CPM-ന് വേറൊരർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ട്, നേരിട്ടല്ലെങ്കിൽ പോലും. നേരിട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ പാർട്ടികൾക്കും കമ്പനി ബോണ്ട്സിൻ്റെ ബെനിഫിറ്റ് കിട്ടിയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ, ആ ഗവൺമെൻറ്റിലെ പാർട്ടിക്കാണ് ഗുണം കിട്ടിയത്. ഈ നിയമം കോടതി അസാധുവാക്കിയോടുകൂടി രാഷ്ട്രീയ അഴിമതിക്ക് ഒരു വിരാമമിടാൻ നമ്മൾ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഇലക്ട്രൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു മരീചികയായി മാറി. അപ്പോൾ ഗവൺമെൻറ്റിനെ ബി.ജെ.പിയെ തന്നെ പ്രതിരോധത്തിലാക്കാൻ ഇലക്ട്രൽ ബോണ്ട് വിവാദം കാരണമാക്കി. അതിനുശേഷം ബി.ജെ.പിക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ പ്രതിരോധത്തിലേക്ക് എത്താൻ സാഹചര്യമുണ്ടായി. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് EDയുടെ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് ആക്ഷേപിക്കപ്പെടുന്ന രാഷ്ട്രീയ എതിരാളികളെ അറസ്റ്റ് ചെയ്യുന്നു, ആം ആദ്മി പാർട്ടി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്കാർ അഴിമതിക്ക് വിധേയമാണ്, അഴിമതി വിമുക്തരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് കാരണമുണ്ടായിരിക്കാം. പക്ഷേ ആ കണ്ടക്സ്റ്റ് നോക്കുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം ബി.ജെ.പിക്ക് കുറച്ച് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിലും പൊതുവിൽ ബി.ജെ.പിയുടെ ജനകീയത കുറയുന്നില്ല. കാരണം അവർ കഴിഞ്ഞ തവണ നേടിയ പരമാവധി സീറ്റുകൾ നേടിയത് ഏതാണ്ട് അതുപോലെ ആവർത്തിക്കാനാണ് മിക്ക സംസ്ഥാനങ്ങളിലും, ജയിച്ച സംസ്ഥാനങ്ങളിൽ സാധ്യതയുള്ളത്. എവിടെയാണ് കാര്യമായ തിരിച്ചടി വരുന്നത്? നമ്മൾ സംശയിക്കുന്നത് ഒന്ന് മഹാരാഷ്ട്രയിലാണ്. പക്ഷേ ആ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയില്ല, ഒരു ബാലൻസ് ചെയ്ത് പോകും. ചെറിയ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബീഹാറിലും ചില സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് 10 സീറ്റ് കൂടുതൽ കിട്ടി 72-ലേക്ക് എത്തും. അവിടെ നേരത്തെ പറഞ്ഞ രാമക്ഷേത്രത്തിൻ്റെ സ്വാധീനമുണ്ട്. പിന്നെ മധ്യപ്രദേശിലെ രാജസ്ഥാൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും ജാർഖണ്ഡിൻ്റെയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പഞ്ചാബിൽ കഴിഞ്ഞ തവണയും കിട്ടിയില്ല, ഇത്തവണയും കിട്ടാൻ പോകുന്നില്ല. ഹരിയാനയിൽ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. പക്ഷേ ബി.ജെ.പി കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ളത്, ഒരു 4-5 സീറ്റെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേടാൻ സാധ്യത പശ്ചിമ ബംഗാളിലാണ്. പിന്നെ ദക്ഷിണേന്ത്യയിൽ നമുക്ക് സാഹചര്യം അറിയാം. കർണാടക ഇലക്ഷനിൽ സംസ്ഥാന ഗവൺമെൻറ് കോൺഗ്രസ് ആണെങ്കിലും ലോക്സഭാ ഇലക്ഷനിൽ ബി.ജെ.പിക്ക് വൻ വിജയം നേടാൻ സാധ്യതയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ ഞാനൊന്നും പറയുന്നില്ല. തമിഴ്നാട്ടിൽ 2 സീറ്റ് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല. ആന്ധ്രയിലെയും തെലങ്കാനയിലെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടാകും. അപ്പോൾ ചുരുക്കത്തിൽ ഈ 325 കടന്ന് 330 കടന്ന് മുന്നോട്ട് എങ്ങനെ പോകുന്നു, എത്ര കൂട്ടിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കുറച്ച് പ്രതിരോധത്തിലാണ് ബി.ജെ.പി. അതുകൊണ്ട് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് ശക്തമായ മത്സരം ഇനിയുള്ള ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ കാണാം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ക്യാമ്പയിൻ കൂടുതൽ ശക്തമാകാനും ചില മേഖലകളിലെങ്കിലും ധ്രുവീകരണം, പശ്ചിമ ബംഗാളിൽ ധ്രുവീകരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയം വരാൻ സാധ്യതയുണ്ട്. ഈ ആം ആദ്മി പാർട്ടി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വളരെ ശക്തമായൊരു വികാരം ഇന്ത്യ മുന്നണിക്കുണ്ടായി. അത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരു സ്ഥാനാർത്ഥിയായി 77-ൽ ജനതാ പാർട്ടി ഉണ്ടായപ്പോൾ കോൺഗ്രസിനെതിരെ നിന്ന ആ ഒരു സാഹചര്യം ഇപ്പോഴുമില്ല. അപ്പോൾ നേരിട്ട് ബി.ജെ.പി എല്ലായിടത്തും മത്സരത്തിൽ വരുന്നില്ല. അതൊന്ന്. പിന്നെ ഉത്തർപ്രദേശ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദി ബെൽറ്റിലെ രാഷ്ട്രീയം, അവിടുത്തെ മെയിൻ സ്ട്രീം മുഖ്യധാരാ പാർട്ടി എന്നുള്ളതിൽ ബി.ജെ.പിയുടെ ജനകീയതയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അത് കൂടിയിട്ടേ ഉള്ളൂ, പ്രത്യേകിച്ച് രാമക്ഷേത്രം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, 370 ആർട്ടിക്കിൾ 370 നടപ്പിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതെല്ലാം കൊണ്ടുവരുന്ന ഒരു വികാരത്തെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തിയൊന്നും നമ്മളിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എൻ.ഡി.എക്കില്ല, ഇന്ത്യ സഖ്യത്തിനില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അവർ സീറ്റുകൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കും. കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി സീറ്റുകൾ കൂടുതൽ കിട്ടും. 52-ൽ നിന്ന് സീറ്റുകൾ കൂടുതൽ കിട്ടും. തീർച്ചയായിട്ടും ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതേപോലെ ഉത്തരേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.
പക്ഷേ എൻ ഡി എയുടെ ബേസും അതിൻ്റെ സ്ട്രെങ്തും അവിടെ ഇറോഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആൻറ്റി വരാൻ സാധ്യത പ്രതീക്ഷിച്ച സ്ഥലം ഒന്ന് ബീഹാറിലാണ്. അവിടെ നിതീഷ് കുമാറിൻ്റെ തിരിച്ചു വരവോടുകൂടി അത് പിന്നെയും ബാലൻസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ബൈ ആൻഡ് ലാർജ് ഇപ്പോഴും BJP NDA മുന്നണിക്കാണ് ഭരണസാധ്യത. പക്ഷേ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതും ED കൊണ്ട് ഈ CBI അങ്ങനെയുള്ള അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ പ്രതിരോധിക്കുന്നു. അത്തരം ആക്ഷേപങ്ങൾക്ക് പ്രസക്തി വന്നു. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് വിവാദം BJPയെ വല്ലാതെ വിഷമത്തിലാക്കി. ഇത്തരം പശ്ചാത്തലങ്ങളെല്ലാം BJPക്ക് കുറച്ച് പ്രതിരോധമുണ്ടാക്കി, കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് 400 ഔട്ട് ഓഫ് ക്വസ്റ്റ്യനാണ്. 370 എൻ്റെ കണക്കിൽ ഔട്ട് ഓഫ് ക്വസ്റ്റ്യനാണ്. ഒരു ബിറ്റ്വീൻ 300-325 ആണ് NDAക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല. BJPക്ക് ഒരു 290 to 300 ഇതാണ് ഞാൻ കാണുന്നൊരു എസ്റ്റിമേറ്റ്. അല്ലാതെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി കാണുന്നില്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ മാറി നിൽക്കുമ്പോൾ. ആസാമിൽ മാറ്റം വരില്ല, നോർത്ത് ഈസ്റ്റിൽ മാറ്റം വരില്ല, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും മാറ്റം വരുന്നില്ല എന്ന് മാത്രമല്ല നന്നായിട്ട് പുരോഗമിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ കിട്ടും. മഹാരാഷ്ട്രയിൽ ചെറിയ വ്യത്യാസം വരുമെങ്കിലും വലിയ പരിക്കേൽക്കാതെ NDA മുന്നേറാനാണ് സാധ്യതയുള്ളത്. ഗോവയിൽ വ്യത്യാസം വരാൻ വഴിയില്ല. അപ്പോൾ പിന്നെ വരുന്നത് കർണാടകയിലാണ് സൗത്ത് ഇന്ത്യയിൽ BJPക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണ തുടർച്ച ഏതാണ്ട് നമുക്ക് പ്രവചിക്കാം. പക്ഷെ അതിനപ്പുറം 400, 370 ആ കണക്കുകളൊക്കെ ഒരു തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറം അതിനെന്തെങ്കിലും ഒരു കാര്യമായ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.